ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷം വരാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. സിനിമയുടെ ടീസർ ഇന്ന് വൈകിട്ട് 6 മണിക്ക് പുറത്തു വന്നിരിക്കുകയാണ്. മോളിവുഡിൽ ഒരുപാട് താരനിര ഭാഗമാകുന്ന സിനിമ കൂടിയായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഈ വർഷത്തിലെ തന്നെ ഒരു ബിഗ് ടിക്കറ്റ് മൂവിയാണ് എന്ന് നിസ്സംശയം പറയാം. ചിത്രത്തിന്റെ ടീസറിലേക്ക് വരികയാണെങ്കിൽ ടീസർ ഒരു ഡീസന്റ് ടീസറായിട്ട് മാത്രമേ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകന്റെ ലേബലിൽ ധൈര്യമായിട്ട് ഈ വർഷം ടിക്കറ്റ് എടുക്കാവുന്ന ഒരു മലയാളം സിനിമ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ മാറുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, കല്യാണി പ്രിയദർശൻ, നിവിൻ പോളി തുടങ്ങി വലിയ താരനിര ഭാഗമാകുന്ന സിനിമ കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. 90കളിൽ ചെന്നൈയിൽ നടക്കുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥ, അതിലുപരി ഒരു സിനിമാ കഥയെല്ലാം തന്നെയാണ് വിനീത് സിനിമയിലൂടെ പറയുന്നത് എന്നാണ് ടീസർ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലാലേട്ടന്റെയും ശ്രീനിവാസന്റെയും 90കളിൽ നടന്ന ഒരു യഥാർത്ഥ സിനിമാ കഥയെ ആസ്പദമാക്കിയുള്ള സംഭവ വികാസങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അത് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നതുമാണ്. എന്തായാലും ആ റൂമറുകൾ ശരിവയ്ക്കുന്ന രീതിയിലാണെങ്കിൽ തിയേറ്ററുകളിൽ സിനിമ കാണാനുള്ള ആവേശം കൂട്ടും. പ്രണവിനെ ആണെങ്കിൽ തന്നെ ഈ ഒരു ടീസറിൽ പലയിടത്തും ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഡയലോഗ് ഡെലിവറി ആയാലും ലുക്സ് എല്ലാം തന്നെ ആയാലും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഈ ടീസർ നോക്കുകയാണെങ്കിൽ ഡീസന്റ് ടീസർ തന്നെയാണ്. ഇനി ചിത്രത്തിന്റെ അടുത്ത വീഡിയോ കണ്ടന്റുകൾക്കായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. ഹൃദയം ലെവലിലേക്ക് സിനിമയുടെ കണ്ടന്റുകൾ റിലീസിന് മുന്നേ എത്തുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു. ഇതിനിടയിൽ സിനിമയുടെ റിലീസ് തീയതി കൂടി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 11 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. വിനീതിന്റെ മുൻ സിനിമ ഹൃദയം എന്ന സിനിമ തിയേറ്ററുകളിലെ വലിയ വിജയം നേരിടുത്തെങ്കിലും OTT റിലീസിന് ശേഷം ക്രിഞ്ച് എന്നൊരു അഭിപ്രായം നേരിടുത്ത സിനിമയാണ്. അതേ ക്രിഞ്ച് ഇവിടെ വർഷങ്ങൾക്ക് ശേഷം നേരിടുക്കില്ല എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മികച്ച അഭിപ്രായങ്ങൾ നേരിടുകയാണെങ്കിൽ തന്നെ ഹൃദയം എന്ന സിനിമയേക്കാൾ ഇരട്ടിക്ക് മുകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും നാം കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കൂ. ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും കേട്ടാം.